നല്ല സ്മെൽ. എനിക്കിതിൻ്റെ സ്മെല്ല് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഒട്ടും ഇല്ല. കാണാൻ പറ്റുമെന്നില്ല. ജെൽ ടൈപ്പ് കൺസിസ്റ്റൻസിയാണ്. കാണാൻ പറ്റുമെന്നില്ല ഇതിൽ അവിടെ. ഓക്കെ, ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ സ്കിൻ ട്രാൻസ്ഫോർമേഷൻ്റെ ടൈമിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് ഫേസ് വാഷിൻ്റെയൊക്കെ ഒരു റിവ്യൂ എന്ന് പറയാൻ പറ്റത്തില്ല, അത് നിങ്ങളെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എൻ്റെ ഒരു സ്കിൻ ട്രാൻസ്ഫോർമേഷൻ ജേർണി എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ നടന്നതല്ല. ഒരു ബിഗ് ട്രാൻസ്ഫോർമേഷൻ, ഒരു ബിഗ് ടൈം, ഒരുപാട് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ അടിപൊളിയായിട്ട് വെളുത്തു ആ ഒരു വീഡിയോ എന്നല്ല ഉദ്ദേശിക്കുന്നത്. എനിക്ക് പേഴ്സണലി എനിക്ക് യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ലൊരു ചേഞ്ച് വന്നിട്ടുള്ള അത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഏതൊക്കെ പ്രോഡക്റ്റ്സ് ആണ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല, മെയിനായിട്ട് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കാണിക്കുന്നത് ഫേസ് വാഷിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എൻ്റെ സ്കിൻ പ്രീവിയസ് ആയിട്ടുള്ള എൻ്റെ ഒരു സ്കിൻ കാണുമ്പോഴേക്കും തന്നെ മനസ്സിലാകും ഒരുപാട് പിഗ്മെൻറ്റേഷനും ഡാർക്ക് സ്പോട്ടും പിന്നെ അണ്ടർ ഐ സർക്കിൾസും ഒക്കെ ഉള്ള ഒരു ഭയങ്കര ബാഡായിട്ടുള്ള ഒരു സ്കിന്നായിരുന്നു. ബാഡ് ഇൻ സെൻസ് ലൈക്ക് ഒരുപാട് പ്രോബ്ലംസ് നിറഞ്ഞിട്ടുള്ളൊരു സ്കിന്നായിരുന്നു. ആ ഒരു സംഭവം ഇവിടെ വരെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ബിക്കോസ് എനിക്കൊരിക്കലും വെളുത്ത് തുടുത്ത് അങ്ങനെ ആകണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. ഒരു പ്രോബ്ലം ഫ്രീ ആയിട്ടുള്ള സ്കിൻ ആകണം എന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. നല്ലൊരു ക്ലിയർ ആയിട്ടുള്ള പ്രോബ്ലം ഒന്നും ഇല്ലാത്ത സ്കിൻ ആകണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. കുറച്ച് പ്രോബ്ലം ഉണ്ടെങ്കിലൊന്നും കുഴപ്പമില്ല, ഇപ്പം ആക്നി സ്കാർസ് ഒക്കെ കാണും. പക്ഷേ എൻ്റെ സ്കിൻ അത്രയ്ക്ക് മോശമായിരുന്നു. അതപ്പം ആ ഒരു ജേണിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. ജേണിയല്ല, ആ ഒരു ജേണിയിലെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഫേസ് വാഷ് എന്ന് പറയുന്നത്. അപ്പം അതാണ് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് നമുക്ക്. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ സ്കിൻ കെയർ റൊട്ടീനിൽ ഇപ്പോഴും നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യേണ്ടതായിട്ടുള്ള മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് CTM എന്ന് പറയുന്നത് ക്ലെൻസിങ്, ടോണർ ആൻഡ് മോയ്സ്ചറൈസർ. ബിഗിനേഴ്സിന് എപ്പോഴും ഈ CTM മെത്തേഡ് മാത്രം ട്രൈ ചെയ്താൽ മതി. ബിക്കോസ് അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. പക്ഷേ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ളൊരു സ്കിന്നാണെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒരു സെറം നമ്മൾ എന്തായാലും യൂസ് ചെയ്യണം. ഇപ്പം മോർണിംഗ് ഒക്കെ നമ്മൾ എഴുന്നേറ്റിട്ട് നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യുന്നത്, നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ഫേസ് ക്ലെൻസ് ചെയ്യുമല്ലേ. നമ്മൾ ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു ടോണർ, ഇപ്പം ടോണേഴ്സ് യൂസ് ആക്കുന്നവരാണെങ്കിൽ ടോണർ യൂസ് ആക്കാം. ടോണർ മെയിനായിട്ടും യൂസ് ആക്കുന്നത് ഇപ്പം ഞാനിപ്പോൾ ടോണർ യൂസ് ആക്കുന്നത് എൻ്റെ ഫേസിൻ്റെ പ്രോബ്ലം അനുസരിച്ചിട്ടാണ് ഞാൻ ടോണർ യൂസ് ആക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഫേസിന് എന്താണോ വേണ്ടത്, ഇപ്പോൾ ചില ആൾക്കാരുടെ സ്കിൻ എന്ന് പറയുന്നത് ഓയിലി സ്കിൻ ആയിരിക്കാം, ചില ആൾക്കാരുടെ ഡ്രൈ ആയിരിക്കാം. അങ്ങനെ അനുസരിച്ചിട്ട് വേണം നമ്മൾ മോയ്സ്ചറൈസറും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെയാണ് ഫേസ് വാഷ് എന്ന് പറയുന്നത്. നമ്മുടെ സ്കിൻ പ്രോബ്ലം എന്താണ്, നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണ്, അതൊക്കെ അനുസരിച്ചിട്ട് വേണം നമ്മളെപ്പോഴും ഈ ഒരു ഫേസ് വാഷും കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ എൻ്റെ സ്കിൻ എന്ന് പറയുന്നത് കോമ്പിനേഷൻ സ്കിന്നാണ്. ലൈക്ക് എൻ്റെ സ്കിൻ എന്ന് പറയുമ്പോൾ ഓയിലും ഡ്രൈയും, അതാണ് കോമ്പിനേഷൻ സ്കിൻ എന്ന് പറയുന്നത് സ്കിന്നാണ്. അപ്പം എൻ്റെ സ്കിന്നിന് പറ്റിയിട്ടുള്ള ഞാൻ റിസർച്ച് ചെയ്ത് ഒരുപാട് തപ്പിയാണ് ഞാൻ എൻ്റെ സ്കിന്നിന് പറ്റിയിട്ടുള്ള കുറച്ച് നല്ല പ്രോഡക്റ്റ്സ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പം അതിൻ്റെ അകത്ത് തന്നെ ഫസ്റ്റ് പ്രോഡക്റ്റാണ് ഇത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഫേസ് ഷോപ്പിൻ്റെ റൈസ് വാട്ടർ ബ്രൈറ്റൻ അപ്പ് ചെയ്യുന്ന ഒരു ക്ലെൻസിങ് ഫോം ക്ലെൻസറാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ റൈസ് വാട്ടറാണ്. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുമല്ലേ, നമുക്കിപ്പം റൈസ് വാട്ടർ ആയിട്ടുള്ള ഫേസ് വാഷ്, അതേപോലെ തന്നെ സെറം, ക്രീമൊക്കെ ഒരുപാട് വൈറലാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെയാണ് റൈസ് വാട്ടർ. ഇതിൻ്റെ ഫ്രാഗ്രൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു സ്മെല്ലെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മുടെ വാസ്ലിനെ പറ്റിയിട്ടുള്ള. അതിൻ്റെ അകത്ത് ഭയങ്കര ഫ്രാഗ്രൻസ് ആണ്. പക്ഷേ ഇത് അങ്ങനെയൊന്നും ഇല്ല, കുറച്ചെടുത്താൽ മതി. ഇങ്ങനെ ഭയങ്കര ഫോമിങ് ആണ് നമ്മുടെ ഫേസിൽ. അപ്പം ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടൊരു നമ്മളിപ്പം 1 വീക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല വിസിബിൾ റിസൾട്ട് ഉണ്ടാകും. അതേപോലെ തന്നെ എനിക്ക് നല്ലൊരു റിസൾട്ട് വന്നിട്ടുള്ള ഒരു ഫേസ് വാഷാണിത്. പിന്നെ ഇതിൻ്റെ ഡ്രോബാക്ക് എന്ന് പറയാനായിട്ട് എനിക്ക് ആകെ തോന്നിയിട്ടുള്ളത് ഈ ഒരു സ്മെല്ലാണ്. ലൈക്ക് എനിക്ക് പറ്റുന്ന സ്മെല്ലാണ്, പക്ഷേ ഈ മൈഗ്രെയിൻ ഒക്കെ ഉള്ള ആൾക്കാർക്ക് പറ്റുമോയെന്ന് അറിയത്തില്ല. ഡാർക്ക് സ്പോട്ട് പിഗ്മെൻറ്റേഷനൊക്കെ മിനിമൈസ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നൊന്ന് അത്യാവശ്യം ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 849 റുപ്പീസാണ്. ബട്ട് ട്രസ്റ്റ് മീ ഗൈസ്, ഈ ഒരു 849 റുപ്പീസ് ആണെങ്കിലും ഈ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് 150 ml 849 റുപ്പീസ്. ഇതിൻ്റെ ചെറിയ വേരിയൻറ്റ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് ഇത് വേണമെങ്കിൽ യൂസ് ആക്കാം. അപ്പം അതിൽ
ആ ഒരു പ്രൈസിന് എനിക്ക് ശരിക്കും ഇത് നല്ല വർത്തായിട്ട് തോന്നിയിട്ടുണ്ട്. ബിക്കോസ് അത്രയ്ക്ക് നമ്മുടെ സ്കിന്നിന് നല്ലൊരു എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ക്ലെൻസറാണിത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എൻ്റെ സ്കിന്നിന് അത്യാവശ്യം നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള, സ്കിൻ ബ്രൈറ്റനിങ്ങിനാണെങ്കിലും സ്കിൻ ലൈറ്റനപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു ഫേസ് വാഷാണ് ഇത്. O3+ൻ്റെ സ്കിൻ ബ്രൈറ്റനിങ് ആൻഡ് ലൈറ്റനിങ് ആകുന്ന ഒരു എന്താ പറയേണ്ടത് ഫേസ് വാഷാണിത്. ഇത് ശരിക്കും നമ്മളൊന്ന് ഫേസ് വാഷ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ഫേസ് നല്ല രീതിയിൽ ഇതൊന്ന് ബ്രൈറ്റനപ്പ് ആക്കും, നല്ല ബ്രൈറ്റനപ്പ് ആയിരിക്കും. അതേപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുമ്പോഴേക്കും ഡാർക്ക് സ്പോട്ടും പിഗ്മെൻറ്റേഷൻ നല്ല രീതിയിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടും O3+ൻ്റെ ഈ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഹെൽപ്പ് ചെയ്യും. പിന്നെ വേറൊരു കാര്യം, ഇതെന്ന് പറയുന്നത് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡുമാണ്. ഇതിന് അങ്ങനത്തെ സ്മെല്ലൊന്നുമില്ല, മൈൽഡ് സ്മെല്ലാണ്. ആൻഡ് ഇതിൻ്റെ ഒരു സത്യമായി ഇതൊക്കെ ഞാൻ യൂസ് ചെയ്ത് തീർന്നു, എനിക്കിന്ന് 2 വാങ്ങണം. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഈ ഒരു കൺസിസ്റ്റൻസിയാണ്. കണ്ടില്ലേ, ഭയങ്കര ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയാണ്. യൂസ് ചെയ്യാനും നല്ല കൺവീനിയൻ്റ് ആണ്. ഇതെനിക്ക് സത്യം പറയട്ടെ നല്ലതാണ് കേട്ടോ. എന്ന് പറയുമ്പോൾ എനിക്ക് ആകെ തോന്നിയിട്ടുള്ളൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്, എനിക്കറിയത്തില്ല, എൻ്റെ സ്കിന്നിനാണ് ഇങ്ങനെ ഉണ്ടായിട്ടുള്ളത്. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നൊന്ന് നന്നായിട്ട് ഡ്രൈ ആകുന്ന പോലെ തോന്നും. പക്ഷേ ഞാൻ പിന്നെ ക്ലെൻസർ യൂസ് ചെയ്ത് കഴിയുമ്പോഴേക്കും എൻ്റെ സ്കിൻ ഓക്കെ ആകും. ആകെ ആ ഒരു ഡ്രോബാക്ക് മാത്രമേ ഇതുകൊണ്ട് എനിക്ക് ഉണ്ടായിട്ടുള്ളൂ, ബാക്കിയൊന്നും ഉണ്ടായിട്ടില്ല. ബാക്കിയൊക്കെ 100% നമുക്ക് അടിപൊളിയായിട്ട് യൂസ് ആക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫേസ് വാഷാണ് ഈ ഒരു ഫേസ് വാഷ്. നെക്സ്റ്റ് പിന്നെ എൻ്റെ സ്കിന്നിന് ഒരിടയ്ക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എന്താ പറയണ്ടേ ആക്നീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സാലിസിലിക് ആസിഡ് അടങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഒരു ഫേസ് വാഷ് ഞാൻ ഇങ്ങനെ തപ്പി നടക്കുമായിരുന്നു. അങ്ങനെ തപ്പിയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫേസ് വാഷാണ് ഈ അണ്ടർ റേറ്റഡിൻ്റെ പ്യൂരിഫയിങ് ആൻഡ് ആക്നി ഫ്രീ ജെൽ ഫേസ് വാഷ്. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് സാലിസിലിക് ആസിഡ്, നിയാസിനമേഡ്, നീം ആൻഡ് ലെമൺ. അറിയാം, സാലിസിലിക് ആസിഡ് ഇതിന് മുമ്പ് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. സാലിസിലിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിലെ ആക്നെ പ്രോൺ സ്കിന്നാണെങ്കിൽ നമുക്ക് അതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബെസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് സാലിസിലിക് ആസിഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വന്നത് സാലിസിലിക് ആസിഡ് ആണ്. അത് കഴിഞ്ഞിട്ട് നിയാസിനമേഡ് ആണ്. നമ്മുടെ സ്കിന്നിലെ ഡാർക്ക് സ്പോട്ട്സ്, പിഗ്മെൻറ്റേഷൻ ഒക്കെ റെഡ്യൂസ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നൊന്ന് ഈവൻ ടോൺ ആക്കാൻ വേണ്ടിയിട്ട്, നല്ലൊരു സ്കിൻ കിട്ടാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. അതേപോലെ നീം ആൻഡ് ലെമൺ എന്ന് പറയുമ്പോൾ നാച്ചുറലി ഒക്കറിങ് ഒരു പ്യുവർ സബ്സ്റ്റൻസ് ആണ്, ലൈക്ക് ഫോർ നമ്മുടെ ഈ ഒരു ആക്നി പ്രോൺ സ്കിന്നിന് വേണ്ടിയിട്ട്. കൺസിസ്റ്റൻസി വന്നിട്ട് ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയാണ്. അത്യാവശ്യം നല്ല സ്മെല്ലുള്ളതാണ്. ഫ്രാഗ്രൻസ് ഇപ്പം മിക്ക ഫേസ് വാഷിനും ഫ്രാഗ്രൻസ് ഇപ്പം നല്ല രീതിയിൽ അടങ്ങി. 100 ml 289 rupees. അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ ആക്നീസൊക്കെ റിമൂവ് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് ഇത്. ഇനി അത് കഴിഞ്ഞിട്ട് സത്യത്തിൽ ഞാൻ ഈ 3 ഫേസ് വാഷസാണ് ഞാൻ മെയിനായിട്ടും യൂസ് ആക്കുന്നത്. അല്ലാതെ ഞാനൊരു സോപ്പും കൂടെ വാങ്ങാറുണ്ട്. അത് ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു ബോക്സിനകത്ത് ഇട്ട് വെച്ചിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഗാറിൻ്റെ സാൻഡൽവുഡ് ആൻഡ് സാഫ്രോൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേരിയൻറ്റിൻ്റെ ഒരു സോപ്പാണ്. നല്ല സാൻഡൽവുഡ്, സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല സ്മെല്ലാണ്. അപ്പം ഇതും യൂസ് ചെയ്തിട്ട് എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എൻ്റെ ഫേസ് നന്നായിട്ടൊന്ന് ബ്രൈറ്റനപ്പ് ആകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ പിഗ്മെൻറ്റേഷൻസ് ഒക്കെ റിമൂവ് ആക്കുമെന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷേ നന്നായിട്ടൊന്ന് ബ്രൈറ്റനപ്പ് ആക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിൻ്റെ പ്രോബ്ലം ഒന്നും ഇല്ലാത്തൊരു സ്കിന്നാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നൊന്ന് ബ്രൈറ്റനപ്പ് ആക്കണം എന്നൊക്കെ ആണെങ്കിൽ ഗാറിൻ്റെ ഈ ഒരു സോപ്പ് നിങ്ങൾക്ക് യൂസ് ആക്കാവുന്നതാണ്. അപ്പം ഇത്രയുമാണ് ഞാൻ ഫേസ് വാഷ് എന്നുള്ള രീതിയിൽ ഞാൻ വാങ്ങി എൻ്റെ സ്കിൻ കെയർ റൊട്ടീനിൽ ആഡ് ചെയ്തിട്ടുള്ള ഒരു 4 ഫേസ് വാഷ്. ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതെന്ന് പറയുകയാണെങ്കിൽ ഇതാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതെൻ്റെ 3rd or 4th ബോട്ടിലാണ്. ഞാൻ അത്രയ്ക്ക് യൂസ് ആക്കിയിട്ടുണ്ട്. പിന്നെ അത്രയ്ക്ക് ക്വാണ്ടിറ്റീസും ഉണ്ട്. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഫേസ് വാഷ് മാത്രം ആയിട്ട് നമുക്കൊരു സ്കിൻ കെയർ റൊട്ടീൻ ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. ഫേസ് വാഷ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റേജാണ്. നമ്മളെപ്പോഴും മോർണിംഗ് എഴുന്നേറ്റിട്ട് സിംഗിൾ ക്ലെൻസിങ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ഫേസ് വാഷ് വെച്ചിട്ട്, മൈൽഡ് ആയിട്ടുള്ള ഫേസ് വാഷ് വെച്ചിട്ട് നമുക്ക് ഫേസ് ക്ലെൻസ് ചെയ്യാം. നൈറ്റിൽ ഡബിൾ ക്ലെൻസിങ്ങും ചെയ്യേണ്ടതാണ്. ഡബിൾ ക്ലെൻസിങ് എന്ന് പറയുകയാണെങ്കിൽ ഓയിൽ ക്ലെൻസറും വെച്ചിട്ട് ബിക്കോസ് നൈറ്റ് ടൈമിൽ ഒരുപാട് ഡേർട്ട് നമ്മുടെ സ്കിന്നിൽ
സ്കിന്നിനകത്ത് കൂടി ഇരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഡബിൾ ക്ലെൻസിങ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിന് ഫസ്റ്റ് വൺ ഓയിൽ വെച്ചിട്ട് നമ്മളൊന്ന് ക്ലെൻസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇതേപോലത്തെ ഒരു ഫേസ് വാഷ് ഏത് വേണമെങ്കിലും സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് എപ്പോഴും ഒരു ഫേസ് വാഷ് എടുക്കേണ്ടതാണ്. ഞാനിപ്പോൾ എൻ്റെ സ്കിൻ ബ്രൈറ്റനപ്പ് ആകണോ ചെയ്യേണ്ടത്, അങ്ങനെയാണെങ്കിൽ ഞാൻ മെയിനായിട്ടും ഇതായിരിക്കും യൂസ് ആക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ സ്കിന്നൊന്ന് നല്ലൊരു നൈറ്റ് ബ്രൈറ്റനപ്പോൾ എൻ്റെ പിഗ്മെൻറ്റേഷനൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ ഇതായിരിക്കും എടുക്കുന്നത്. ഇത് രണ്ടെണ്ണം ആയിരിക്കും ഞാൻ മെയിനായിട്ട് എടുക്കുന്നത്. എൻ്റെ സ്കിൻ ആക്നെ പ്രോൺ ആണോ, അല്ലെങ്കിൽ എൻ്റെ സ്കിന്നിൽ ആക്നീസ് വരുന്നു, പിമ്പിൾസ് വരുന്നു, അത് നോക്കിയിട്ട് ഞാൻ ഇതായിരിക്കും യൂസ് ആക്കുന്നത്. മൈൽഡായിട്ട് എനിക്കൊന്ന് ക്ലെൻസിങ് മാത്രം ചെയ്താൽ മതിയെങ്കിൽ ഞാൻ മെയിനായിട്ട് എടുക്കുന്നത് ഇതായിരിക്കും. അല്ലെങ്കിൽ പിന്നെ എൻ്റെ കയ്യിൽ ഒരു ഫേസ് വാഷും കൂടെ ഉണ്ട്. അത് സത്യം പറയാൻ തീർന്നു ഞാൻ കളഞ്ഞു. നമ്മുടെ മാമാ എർത്തിൻ്റെ ചാർക്കോൾ ഫേസ് വാഷാണ്. അതെന്ന് പറയുമ്പോൾ ഭയങ്കര മൈൽഡായിട്ടുള്ള മൈൽഡസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ഒരു ഫേസ് വാഷാണ്. അതല്ല, നിങ്ങൾക്ക് സെറ്റഫിലിൻ്റെ ഫേസ് വാഷ് അങ്ങനെ ഒരുപാട് നിങ്ങൾക്ക് കിട്ടും. എപ്പോഴും സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് നിങ്ങളുടെ പ്രോബ്ലംസ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് മാത്രം നമ്മളെപ്പോഴും ഫേസ് വാഷ് ആണെങ്കിലും ടോണർ ആണെങ്കിലും മോയ്സ്ചറൈസർ ആണെങ്കിലും വാങ്ങുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.